Question number 16. For Kisan Vikas Patra KVP from April 1st, 2023, interest rates are 7.5% compounded annually. Amount invested doubles in dash months. 2023 ഏപ്രിൽ 1 മുതൽ കിസാൻ വികാസ് പത്രയ്ക്ക് പ്രതിവർഷം 7.5% നിരക്കിൽ കൂട്ടുപലിശയാണ് നിക്ഷേപിച്ചിട്ടുള്ള തുക എത്ര മാസങ്ങളിൽ ഇരട്ടിയാകുന്നതാണ്? ഓപ്ഷൻ എ 115, ഓപ്ഷൻ ബി 117, ഓപ്ഷൻ സി 120, ഓപ്ഷൻ ഡി 125. ആൻസർ ഈസ് ഓപ്ഷൻ എ 115. ഫോർ കിസാൻ വികാസ് പത്ര ഫ്രം April 1st, 2023, interest rates are 7.5% compounded annually. Amount invested doubled in 115 months. Question number 17. Name of the National Philatelic Exhibition conducted in Delhi in 2023. 2023 ഡൽഹിയിൽ നടത്തിയ ദേശീയ ഫിലാറ്റലിക് പ്രദർശനത്തിൻ്റെ പേര്? ഓപ്ഷൻ എ ദേശിപെക്സ്, ഓപ്ഷൻ ബി ഇൻഡിപെക്സ്, ഓപ്ഷൻ സി ഭാരത്പെക്സ്, ഓപ്ഷൻ ഡി അമൃത്പെക്സ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി അമൃത്പെക്സ്. Question number 18. The endowment assurance of PLI is called dash. PLIയുടെ endowment assurance policy dash ആകുന്നു. ഓപ്ഷൻ എ സന്തോഷ്, ഓപ്ഷൻ ബി സുരക്ഷ, ഓപ്ഷൻ സി സുവിധ, ഓപ്ഷൻ ഡി സുമംഗൽ. ആൻസർ ഈസ് ഓപ്ഷൻ എ സന്തോഷ്. Question number 19. The mailbags which are thus forwarded onwards unopened are termed dash bags. തുറക്കാതെ അപ്രകാരം തന്നെ മുന്നോട്ട് വയ്ക്കുന്ന മെയിൽ ബാഗുകളെ ഡാഷ് ബാഗുകൾ എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ എ ട്രാൻസിറ്റ്, ഓപ്ഷൻ ബി പ്രയോറിറ്റി, ഓപ്ഷൻ സി എൽ ബാഗ്സ്, ഓപ്ഷൻ ഡി ഫോർവേഡ് ബാഗ്സ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി പ്രയോറിറ്റി. ദി മെയിൽ ബാഗ്സ് വിച്ച് ആർ ദസ് ഫോർവേഡഡ് ഓൺവേർഡ്സ് അൺഓപ്പൺഡ് ആർ ടേംഡ് ഫോർവേഡ് ബാഗ്സ്. Question number 20. Dash is a branch of RMS where closed bags are received and dispatched. Sorting of letters is not done in this unit. അടച്ച ബാഗുകൾ സ്വീകരിക്കുകയും അയക്കുകയും ചെയ്യുന്ന RMSൻ്റെ ഒരു ശാഖയാണ്. ഈ യൂണിറ്റിൽ കത്തുകൾ തരംതിരിക്കാറില്ല. ഓപ്ഷൻ എ ട്രാൻസിറ്റ് മെയിൽ ഓഫീസ്, ഓപ്ഷൻ ബി മെയിൽ ബ്രാഞ്ച്, ഓപ്ഷൻ സി ICH, ഓപ്ഷൻ ഡി സെക്ഷൻ. ആൻസർ ഈസ് ഓപ്ഷൻ എ ട്രാൻസിറ്റ് മെയിൽ ഓഫീസ്. Question number 21. Duration of banking hours in post office on Saturday is called. ശനിയാഴ്ചയിൽ പോസ്റ്റ് ഓഫീസുകളുടെ ബാങ്കിംഗ് സമയം ഡാഷ് ആണ്. ഓപ്ഷൻ എ 3 hours, ഓപ്ഷൻ ബി 4 hours, ഓപ്ഷൻ സി 5 hours, ഓപ്ഷൻ ഡി ഫുൾ ഡ്യൂറേഷൻ. ആൻസർ ഈസ് ഓപ്ഷൻ എ 3 hours. ഡ്യൂറേഷൻ ഓഫ് ബാങ്കിംഗ് hours in post office on Saturday is 3 hours. Question number 22. The delivery of registered articles at the window of the post office usually be attended to between which hours? പോസ്റ്റ് ഓഫീസ് വിൻഡോയിൽ രജിസ്റ്റേർഡ് തപാൽ ഉരുപ്പടികളുടെ വിതരണം സാധാരണയായി ഏത് സമയത്തിനിടയിലാണ് ചെയ്യാറുള്ളത്? ഓപ്ഷൻ എ എൻറ്റയർ വർക്കിംഗ് അവേഴ്സ്, ഓപ്ഷൻ ബി ടിൽ ഡേ ഡൺ ഇൻ പോസ്റ്റ് ഓഫീസ്, ഓപ്ഷൻ സി ദ അവേഴ്സ് ഫിക്സഡ് ഫോർ ദ ബുക്കിംഗ് ഓഫ് രജിസ്റ്റേർഡ്, ഓപ്ഷൻ ഡി ഓൺലി ആഫ്റ്റർ ദി ഡെലിവറി ഏജൻറ്റ് ലീവ്സ് പോസ്റ്റ് ഓഫീസ്. Answer is option C, the hours fixed for the booking of registered. Question number 23. The license for use of franking machine issued by. ഫ്രാങ്കിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതിനുള്ള ലൈസൻസ് ആരാണ് നൽകുന്നത്? ഓപ്ഷൻ എ CPMG, ഓപ്ഷൻ ബി PMG, ഓപ്ഷൻ സി DPS ആൻഡ് ഓപ്ഷൻ ഡി SSPO. ആൻസർ ഈസ് ഓപ്ഷൻ ഡി SSPO. SSPO issues the license for use of franking machine. Question number 24. Franking will be allowed up to. ഡാഷ് വരെ ഫ്രാങ്കിംഗ് അനുവദനീയമാണ്. ഓപ്ഷൻ എ 100, ഓപ്ഷൻ ബി 500, ഓപ്ഷൻ സി 1000, ഓപ്ഷൻ ഡി ഫോർ എനി എമൗണ്ട്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഫോർ എനി എമൗണ്ട്. ഫ്രാങ്കിംഗ് വിൽ ബി allowed up to any amount. Question number 25. The using for the payment of postage or postal fees with the intent to cause loss to the central government of a stamp that has already been used for that or any other purpose is an offence under the dash. കേന്ദ്ര സർക്കാരിന് നഷ്ടമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ തപാൽ കൂലി അല്ലെങ്കിൽ തപാൽ ഫീസ് അടയ്ക്കുന്നതിനായി അതേ ആവശ്യത്തിനായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യത്തിനായി ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു സ്റ്റാമ്പ് ഉപയോഗിക്കുന്നത് ഡാഷ് പ്രകാരം കുറ്റമാണ്. ഓപ്ഷൻ എ PO ഗൈഡ്, ഓപ്ഷൻ ബി പോസ്റ്റ് ഓഫീസ് ആക്ട്, ഓപ്ഷൻ സി ഇന്ത്യൻ പീനൽ കോഡ്, ഓപ്ഷൻ ഡി പോസ്റ്റൽ മാനുവൽ വോളിയം 5. ആൻസർ ഈസ് ഓപ്ഷൻ സി ഇന്ത്യൻ പീനൽ കോഡ്. Question number 26. Subject to the provisions of this clause, the sender of a postal article posted in India may have it withdrawn from the post or have its address altered so long as the article dash
ഈ ഉപാധിയിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി ഇന്ത്യയിൽ പോസ്റ്റ് ചെയ്ത ഒരു തപാലുരുപ്പടി അയച്ചയാൾക്ക് ഡാഷ് വരെ അതിനെ പോസ്റ്റിൽ നിന്ന് പിൻവലിക്കാവുന്നതോ അതിൻ്റെ വിലാസത്തിൽ മാറ്റം വരുത്താവുന്നതോ സാധിക്കുന്നതാണ്. ഓപ്ഷൻ എ ഹാസ് നോട്ട് ബീൻ ഡെലിവേർഡ് ടു ദി അഡ്രസ്സി. ഓപ്ഷൻ ബി ഹാസ് നോട്ട് ബീൻ confiscated or destroyed by the competent authorities of the country in which the article may be for the time being. Option C has not been issued by virtue of any law of the country of destination. Option D all the above. Answer is option D all the above. Question number 27. Which of these is deemed to be delivered to the addressee under Post Office Act? പോസ്റ്റ് ഓഫീസ് ആക്ട് പ്രകാരം ഇവയിൽ ആർക്ക് വിതരണം ചെയ്തതാണ് വിലാസക്കാരന് വിതരണം ചെയ്തതായി കണക്കാക്കപ്പെടാവുന്നത്? ഓപ്ഷൻ എ സെർവൻ, ഓപ്ഷൻ ബി ഏജൻറ്റ്, ഓപ്ഷൻ സി പേഴ്സൺ കൺസിഡേർഡ് ടു ബി ഓതറൈസ്ഡ് ടു റിസീവ് ദി ആർട്ടിക്കിൾ ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ദ എബവ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഓൾ ദി എബവ്. Question number 28. The remark dash will be recorded on the article if the addressee fails to take delivery after requesting for detention of registered letters. രജിസ്റ്റേർഡ് കത്ത് തടഞ്ഞു വയ്ക്കാൻ അഭ്യർത്ഥിച്ചതിന് ശേഷം വിലാസക്കാരൻ അത് കൈപ്പറ്റാൻ പരാജയപ്പെട്ടാൽ തപാലുരുപ്പടിയിൽ ഡാഷ് എന്ന പരാമർശം രേഖപ്പെടുത്തുന്നതാണ്. ഓപ്ഷൻ എ അൺക്ലെയിം, ഓപ്ഷൻ ബി റിഫ്യൂസ്ഡ്, ഓപ്ഷൻ സി റിജക്റ്റഡ്, ഓപ്ഷൻ ഡി റിട്ടേൺ. ആൻസർ ഈസ് ഓപ്ഷൻ ബി റിഫ്യൂസ്ഡ്. Question number 29. When a registered article of the letter, mail or a parcel is received in the office of delivery in damaged condition, what should be done? ലെറ്റർ മെയിലിൻ്റെയോ പാഴ്സലിൻ്റെയോ രജിസ്റ്റേർഡ് തപാലുരുപ്പടികൾ കേടുപറ്റിയ നിലയിൽ ഡെലിവറി ഓഫീസിൽ ലഭിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ ഡെലിവറി ആഫ്റ്റർ പാച്ചിങ് അപ്പ് കവർ. ഓപ്ഷൻ ബി ഡെലിവറി ഇൻ പ്രോ കവർ ഓർ സ്പെഷ്യൽ ബാഗ്. ഓപ്ഷൻ സി ലെറ്റർ ഫ്രം പോസ്റ്റ് മാസ്റ്റർ ആസ്കിംഗ് ടു കളക്ട് ഫ്രം പോസ്റ്റ് ഓഫീസ്. Option D return to sender. Answer is option C letter from postmaster asking to collect from post office. Question number 30. The addressee of an article is not bound to pay the amount due on it to the post office if he does not want to take delivery of it. In this case, the word dash will be written by the postman across the cover. ഒരു തപാലുരുപ്പടിയുടെ വിലാസക്കാരൻ അത് കൈപ്പറ്റാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകളിൽ അതിന്മേൽ നൽകേണ്ട കൂലി അടയ്ക്കാൻ ബാധ്യസ്ഥനല്ല. ഈ സാഹചര്യത്തിൽ കവറിന് പുറത്ത് കുറുകെ ഡാഷ് എന്ന വാക്യം എഴുതും. ഓപ്ഷൻ എ റിഫ്യൂസ്ഡ്, ഓപ്ഷൻ ബി പേയ്മെൻറ്റ് ഡ്യൂ, ഓപ്ഷൻ സി അൺക്ലെയിം, ഓപ്ഷൻ ഡി റിജക്റ്റഡ്. ആൻസർ ഈസ് ഓപ്ഷൻ എ റിഫ്യൂസ്ഡ്. സോ ഇത്രയും ചോദ്യങ്ങളാണ് പാർട്ട് എയിൽ പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നത്. പാർട്ട് ബി മാത്സിൽ നിന്ന ചോദ്യങ്ങളും അതുപോലെ തന്നെ ജനറൽ നോളജ് ചോദ്യങ്ങളും അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പാർട്ടിൻ്റെ ആദ്യത്തെ ഭാഗം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.